പേടിച്ചു പോയോ? കാര്യം അറിഞ്ഞ് പേടിച്ചു പോയോ? ചെറുതായിട്ടൊന്ന് പേടിച്ചു. മോൾക്ക് കുഴപ്പമൊന്നുമില്ല, മോൾ അകത്തായിരുന്നു? ഇല്ല, ഞങ്ങള് വണ്ടിയിൽ നിന്ന് ഇറക്കായിരുന്നു. അത് ശരി. നിങ്ങളിവിടെ ഉണ്ടായിരുന്നു അപ്പോ? മോള് വാനിലാണ് വന്നത്. പക്ഷെ മോള് കരഞ്ഞപ്പോ ഞങ്ങൾ പിന്നാലെ, ഞാനും എന്റെ വൈഫും പിന്നാലെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഞാനും ഈ വണ്ടിയിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികളൊക്കെ ഞങ്ങൾ വേഗം ഒന്ന് അങ്ങോട്ട് മാറ്റി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായി. കേടുപാടുണ്ടോ? വണ്ടിക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. കാറാണോ? കാറാണ്. ഈ രീതിയിലാണ് വലിയ നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നടത്തറയിലെ ഈ സ്കൂളിലെ കാര്യം മാത്രമാണ് വിശദീകരിച്ചത്. പക്ഷേ സൈഫുദ്ദീൻ, ഇവിടെ വില്ലടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല ഭാഗത്തും ഇത്തരത്തിൽ ശക്തമായ കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വില്ലടത്തെ മിൽമ കൗണ്ടറിന് മുന്നിൽ മരം കടപുഴകി വീണു. ചേറൂർ ഭാഗത്ത് റോഡിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് ഏറെ നേരം അവിടെ ഗതാഗതം സ്തംഭിച്ചു. പിന്നീട് ഫയർഫോഴ്സും മറ്റും സ്ഥലത്തെത്തിയാണ് ഇത്തരത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിത് മാറ്റാനുള്ളൊരു തയ്യാറെടുപ്പ്. എങ്ങനെയാണ് സാർ ഇതൊരു ക്ലീൻ കാര്യം? ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്റെ നടപടികളെ കുറിച്ച് അല്പസമയത്തിനും നമ്മൾ വിശദീകരിക്കും. എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടമുണ്ടായതിന്റെ ഞെട്ടൽ സ്കൂളിന്റെ അധികൃതർക്കുമുണ്ട്, അതുപോലെ തന്നെ പ്രദേശവാസികൾക്കുണ്ട്. അടുത്തുള്ള വീടുകളൊക്കെ തന്നെ മരം വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പല വീടുകൾക്ക് മുന്നിലും ഇത്തരത്തിൽ ആ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നതിന്റെ എതിർഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ പ്രദേശവാസികൾ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാം. സാർ, എന്തെല്ലാമാണ് ഇനി ഇവിടെ ഈ മുറിച്ചുമാറ്റം നടപടികൾ? ഇത് നമുക്ക് ഫസ്റ്റില് KCB-ക്കാരെ അറിയിച്ചിട്ടുണ്ട്. ഇതൊന്ന് എർത്ത് ചെയ്യുന്നതിന് വേണ്ടി. സംഭവം എന്ന് പറഞ്ഞാൽ മിക്കടുത്ത് ജനറേറ്റർ, ഇൻവെർട്ടറൊക്കെ അറിയാമല്ലോ, സപ്ലൈ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ ഈ മുറിക്കാൻ വന്ന കാര്യത്തിൽ തീരുമാനം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അതവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ പറ്റും. ഭാഗ്യത്തിന് മറ്റ് ദുരന്തങ്ങൾ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ വാനത് കുട്ടികളോ അങ്ങനെ ഒന്നും ഉണ്ടായതിനു ശേഷമാണ് സ്കൂൾ ടൈമിന് ശേഷമാണ് സ്കൂളിനകത്ത് കയറിയ ശേഷമാണ് ഇത് വീണത്. അത് വലിയൊരു ഭാഗ്യമാണ്, വലിയ ദുരന്തമാണ് ഒഴിവായത്. അത് പെട്ടെന്നുള്ളൊരു മഴ, അതായത് 8:45 സമയത്താണ് മെസ്സേജ് വന്നത്. ആദ്യം ഇവിടെ രാമൂർമൂരം വില്ലുമയുടെ അവിടെ വലിയൊരു മരം വീണ്, അതിന് ഒരു ചേറൂരും വില്ലേജ് ഓഫീസിന്റെ അവിടെ വീണുണ്ട്. പിന്നെ നടത്തറയിൽ, പിന്നീടാണ് ഓരോ സ്ഥലത്തു നിന്നായിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ പറപ്പൂർ ഭാഗത്ത് ഒരു വീടിന്റെ മുകളിൽ മരം വീണു. പറപ്പൂര് തോളൂര് അവിടെ വീണിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഫയർഫോഴ്സ് അവിടെ കുന്നുകുളം ടീം എത്തിയിട്ടുണ്ട്. പുതുക്കാട്, ഇതിപ്പോ നമ്മള് തൃശ്ശൂരിൽ നിന്നുള്ള ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പുതുക്കാട് ടീം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പുതുക്കാട് കുന്നുകുളം ടീമാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ജില്ലയിൽ വേറെ എവിടെയൊക്കെയാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞു. അതായത് ഇപ്പൊ ഉള്ളത് ഈ പെൻഡിങ് വർക്ക് എന്ന് പറയാവുന്ന ഇതാണ്. അവിടെ കോഴിക്കുള്ളി ആ ഭാഗത്ത് ഡ്രസ് ഉൾപ്പെടെ 2 തെങ്ങ് ഉൾപ്പെടെ വീണിട്ടുണ്ട്. റോഡ് ബ്ലോക്കാണ്. അത് കട്ട് ചെയ്ത് മാറ്റണം. ആ റോഡ് ബ്ലോക്കാണ്. പിന്നെ ഇപ്പോൾ ഉള്ള ഇതാണ്, വേറെ ഒന്നുമില്ല. എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ KCB-ക്കാർ എത്തി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മുറിച്ചു മാറ്റും. എന്തായാലും മുറിച്ചുമാറ്റ നടപടിയിലേക്ക് കടക്കുമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. ജില്ലയിൽ പല ഭാഗങ്ങളിലും രാവിലെ ഉണ്ടായ കനത്ത മഴയിലും ഉണ്ടായ മിന്നൽ ചുടയിലും വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. രാവിലെ 10-ലധികം കുടുംബങ്ങളെ കോടശ്ശേരി, മറ്റത്തൂർ ഭാഗത്തൊക്കെ തന്നെ ക്യാമ്പിലേക്ക് മാറ്റിയ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചിരുന്നു. ആ ഭാഗത്ത് അത്തരത്തിൽ എന്തായാലും മുൻകരുതൽ നടപടികളുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുമ്പോഴും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകുന്നു. ചേട്ടൻ വാഹനം വൃത്തിയാക്കി, എന്താ വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇത് കണ്ടു, ഭയങ്കര നാശനഷ്ടം ഉണ്ടായിക്കണേ. അല്ലാതെ എത്ര മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു? ആ സമയത്ത് ഉണ്ടായിരുന്നു? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു 8:50. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ഓട്ടോ ഡ്രൈവറാണ്. ആ സമയത്ത് കുട്ടികൾ ഇറങ്ങി പോയിരുന്നു അല്ലേ? കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടന്റെ വണ്ടിയല്ലേ? അല്ല, എന്റെ വണ്ടിയിലാണ് അവിടെ. ഇതിപ്പോ ആരുടെ വണ്ടിയാണ് വലിയ നാശം സംഭവിച്ചത്? ബെന്നി എന്ന് പറയുന്ന ആളാണ്.